തെക്കൻ ലബനനിലെ ഒരു ക്രിസ്ത്യൻ ഗ്രാമത്തിൽ ഇസ്രായേൽ സൈനികൻ യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർക്കുന്ന ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകമെമ്പാടും വലിയ ചർച്ചയായിരുന്നു. ഈ സംഭവത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലബനനിൽ കത്തോലിക്ക മതവിശ്വാസികളുടെ ആരാധനാ രൂപം തകർത്ത IDF സൈനികന്റെ നടപടിയെ നെതന്യാഹു ശക്തമായി അപലപിച്ചു. ഈ സംഭവം ഇസ്രായേലിന്റെ സഹിഷ്ണുതയ്ക്കും ആരാധനാ സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കുറ്റക്കാരനായ സൈനികനെതിരെ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതായി പ്രഖ്യാപിച്ച അദ്ദേഹം കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന ഉറപ്പും നൽകി. ഒരു ജൂതരാജ്യമെന്ന നിലയിൽ എല്ലാ മതവിശ്വാസികളോടും പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതാണ് ഇസ്രയേലിന്റെ മൂല്യമെന്ന് തങ്ങളുടെ രാജ്യത്ത് എല്ലാ മതങ്ങളും ഒരുപോലെ വളരുന്നുണ്ടെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. വിദേശകാര്യമന്ത്രി ഗിദിയോൻ സാറും ഈ പ്രവൃത്തിയെ കടുത്ത ഭാഷയിൽ അപലപിക്കുകയും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളോട് മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ പ്രതിരോധ സേന നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കിടയിലാണ് ഈ സംഭവം നടന്നത്. ഒരു സൈനികൻ ക്രിസ്ത്യൻ ഗ്രാമത്തിലെ യേശുവിന്റെ പ്രതിമ തകർക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഇത് ഇസ്രായേലിനെതിരെ വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി. എന്നാൽ സൈനികന്റെ പ്രവൃത്തിയെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഇസ്രായേൽ സൈന്യം ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അവസരം ഉപയോഗിച്ച് പശ്ചിമേഷ്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥയെക്കുറിച്ചും നെതന്യാഹു സംസാരിച്ചിരുന്നു. അതായത് സിറിയയിലും ലബനനിലും മുസ്ലിം വിഭാഗങ്ങളാൽ ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുമ്പോൾ ഇസ്രയേലിൽ മാത്രമാണ് ക്രിസ്ത്യൻ ജനസംഖ്യയും അവരുടെ ജീവിത നിലവാരവും വർദ്ധിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാ മതസ്ഥർക്കും ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന പശ്ചിമേഷ്യയിലെ ഒരേ ഒരു രാജ്യം ഇസ്രയേലാണെന്നും നെതന്യാഹു ആവർത്തിച്ചു. ഹിസ്ബുള്ളയുടെ ഭീകരതാ കേന്ദ്രങ്ങൾ മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മതപരമായ കേന്ദ്രങ്ങളോ സാധാരണക്കാരുടെയോ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നില്ലെന്നും IDF വിശദീകരിച്ചു. ചുരുക്കത്തിൽ ലബനനിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രായേലിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതായിരുന്നു ഈ സംഭവം. എന്നാൽ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ രാജ്യത്തിന്റെയോ സൈന്യത്തിന്റെയോ ഔദ്യോഗിക നയമല്ലെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഇസ്രായേൽ നേതൃത്വം. ഈ സംഭവത്തിലൂടെ ലബനനിലെയും ലോകമെമ്പാടുമുള്ളതുമായിട്ടുള്ള വിശ്വാസികൾക്കുണ്ടായ വേദനയിൽ ഖേദം പ്രകടിപ്പിച്ച നെതന്യാഹു തങ്ങളുടെ രാജ്യം സഹിഷ്ണുതയുടെയും മതസ്വാതന്ത്ര്യത്തിന്റെയും കേന്ദ്രമായി തുടരുമെന്ന് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കേരള.